നമസ്കാരം. ലിംഗസമത്വം എന്ന വിഷയത്തിലാണ് ഇന്ന് നമുക്ക് ചർച്ച നടത്തേണ്ടത്. യുണൈറ്റഡ് നേഷൻസ് 1ാം ചാർട്ടറിൽ തന്നെ ഫണ്ടമെൻ്റൽ ഫ്രീഡംസ് ഓഫ് ഓൾ വിത്തൗട്ട് ഡിസ്റ്റിങ്ഷൻ ആസ് ടു റേസ്, സെക്സ്, ലാംഗ്വേജ്, റിലീജിയൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനർത്ഥം ലോക ജനസംഖ്യയുടെ 50% വരുന്ന സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സമൂഹത്തെ ഒരേ തലത്തിലെത്തിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ ജനറൽ അസംബ്ലി തന്നെ ആരംഭിക്കും എന്നുള്ളതാണ്. സ്ത്രീകളുടെ അവകാശങ്ങളെ ഒരു പ്രത്യേക മനുഷ്യാവകാശമായി തന്നെ യുണൈറ്റഡ് നേഷൻസ് പരിഗണിക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയിൽ 1979 ആദ്യത്തെ ഡിസ്ക്രിമിനേഷൻ അഗൻസ്റ്റ് വുമൺ തടഞ്ഞുകൊണ്ടുള്ള കൺവെൻഷൻ ഓഫ് ദ എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗൻസ്റ്റ് വുമൺ എന്ന പ്രമേയം പാസ്സാക്കിയത്. 1979 ശേഷം 80കളിൽ സെക്കൻഡ് വേൾഡ് കോൺഫറൻസ് ഓൺ വുമൺ റൈറ്റ്സ് നടന്നു. അത് കോപ്പൻഹേഗനിലായിരുന്നു. അതോടുകൂടി ഗ്ലോബൽ ഫെമിനിസം എന്ന തലത്തിലേക്ക് ഈ വനിതാവകാശ നീക്കങ്ങൾ വളർന്നു എന്ന് വേണം കരുതാൻ. യഥാർത്ഥത്തിൽ ഫെമിനിസവുമായിട്ട് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് ഈ ലിംഗ സമത്വത്തിനുള്ളത്. എല്ലാ തരത്തിലും സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ അവരുടെ ഫിസിക്കൽ കാര്യങ്ങൾ കൊണ്ട്, അതായത് ശാരീരിക ക്ഷമത കൊണ്ട് ചിലപ്പോൾ എത്തിയെന്ന് വരില്ല എന്നൊരു വിമർശനം പറയുന്ന ധാരാളം ആളുകളുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അതുകൂടി പരിഗണിച്ച് മാനസികമായി അവരോടുള്ള ഡിസ്ക്രിമിനേഷൻ, അതായത് സ്ത്രീ ആയതുകൊണ്ട് അത് പറ്റില്ല, സ്ത്രീ ആയതുകൊണ്ട് രാത്രിയിൽ വീട്ടിൽ കയറിക്കൊള്ളണം, സ്ത്രീ ആയതുകൊണ്ട് ഇങ്ങനെ ഉള്ള ജോലിക്ക് പറ്റില്ല, അങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻ മാനസികമായി ഒഴിവാക്കുന്ന ഒരുതരം സമത്വമാണ് യഥാർത്ഥത്തിൽ ലിംഗസമത്വം കൊണ്ട്, ജെൻഡർ ഈക്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതിനും അപ്പുറത്തേക്ക് സ്ത്രീ മേധാവിത്വം എന്നുള്ള നിലയിലേക്ക് ചിലർ അതിനെ കൊണ്ടുചെല്ലാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം, താലി പൊട്ടിച്ചെറിയൽ സമരം, അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൂടെയാണ്, വിപ്ലവപരമായിട്ടാണ് ജെൻഡർ ഈക്വാലിറ്റി നടപ്പാക്കുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പരന്നിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് വീട്ടിൽ നിന്നാണ് സാമൂഹിക സമത്വം, ഈ ജെൻഡർ ഈക്വാലിറ്റി തുടങ്ങേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വീട്ടിൽ നമ്മൾ പെൺകുട്ടികളോട് അല്ലെങ്കിൽ അമ്മമാരോട് നമ്മുടെ ഒരേ തലത്തിൽ, പുരുഷന്മാരുടെ ഒരേ തലത്തിലുള്ള പരിഗണന വരുന്നുണ്ടോ? പഴയ കാലത്ത് യുദ്ധങ്ങൾക്കും കഠിനാധ്വാനങ്ങൾക്കും പോയിക്കൊണ്ടിരുന്ന പുരുഷന്മാരുടെ ഒരു പരിചരണം കൂടി സ്ത്രീകളുടെ ഭാഗത്ത് ഏൽപ്പിക്കുന്ന വിധത്തിലായിരുന്നു കുടുംബ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യാസം വന്ന് പുരുഷന്മാർ അധികം കായികാധ്വാനം ചെയ്യാത്ത ജോലികളിൽ ഏർപ്പെടുന്നുണ്ട്, സ്ത്രീകളും കായികാധ്വാനമുള്ള പണികളിൽ ഏർപ്പെടുന്നുണ്ട് എന്നുള്ള നില വന്നു. അപ്പോഴാണ് ഈ ജെൻഡർ ഈക്വാലിറ്റി എന്നുള്ള വിഷയം ചർച്ചയ്ക്ക് വന്നത്. അപ്പോൾ പ്രോഗ്രാമുകൾ രൂപവൽക്കരിക്കുമ്പോഴും അത്തരം പദ്ധതികൾ നടപ്പാക്കുമ്പോഴുമൊക്കെ സ്ത്രീകളെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഒരു പ്ലാൻ തയ്യാറാക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ജെൻഡർ ഈക്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങണം. പെൺകുട്ടിയോട് എങ്ങനെ പെരുമാറുന്നു, പെൺകുട്ടിയെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് ആൺകുട്ടിയെ പഠിപ്പിക്കുന്നതോടൊപ്പം ആൺകുട്ടികളെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് പെൺകുട്ടികളെയും പഠിപ്പിക്കുന്നതിലൂടെയുള്ള ഒരു പരസ്പര സഹകരണം, അത് നമുക്ക് നടപ്പാക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ജെൻഡർ ഈക്വാലിറ്റി ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ സ്ത്രീകളുടെ മാത്രം പുരോഗമനം ലക്ഷ്യമിട്ട് സ്ത്രീ ശാക്തീകരണത്തിലേക്ക് എത്തുന്ന തലത്തിൽ, സ്ത്രീ ശാക്തീകരണം വേണം, അത് അടിച്ചമർത്തപ്പെടുന്ന വിഭാഗങ്ങളിൽ ഞങ്ങൾ ഇൻഫീരിയറാണ്, ഞങ്ങൾ താഴെയുള്ളവരാണെന്ന് തോന്നുന്ന സ്ത്രീകളെ അവരുടെ തലം ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള നീക്കം, അതും ജെൻഡർ ഈക്വൽ കൺസെപ്റ്റുമായിട്ട് വ്യത്യാസമുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞതുപോലെ വീട്ടിൽ നിന്ന് സ്വന്തം സഹോദരിയെ സഹോദരൻ എങ്ങനെ കാണുന്നു, സ്വന്തം കൂട്ടുകാരിയെ കൂട്ടുകാരൻ എങ്ങനെ കാണുന്നു, അതിൽ വരുന്ന മാറ്റമാണ്. അത്തരം ഒരു മാറ്റങ്ങളിലൂടെയാണ് പ്രധാനമായിട്ടും ലിംഗ സമത്വം കൊണ്ടുവരാൻ സാധിക്കുക എന്നാണ് നാം പഠിക്കേണ്ടത്. സുസ്ഥിര വികസനവുമായിട്ട് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നു. വ്യക്തിപരമായി ഒരാളുടെ നില സ്ത്രീയോ പുരുഷനോ എന്നുള്ളതിനാൽ വ്യത്യസ്തമായിരിക്കുന്നില്ല എന്നുള്ള ആ ധാരണയാണ് പ്രധാനം. വൈകി ഓഫീസിൽ ജോലിക്കിരിക്കുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വൈകി ഓഫീസിൽ ജോലിക്കിരിക്കുന്ന പുരുഷനുമായിട്ട് യാതൊരു വ്യത്യാസവുമില്ല എന്നുള്ളൊരു ധാരണ. അത്തരം രാത്രികാല സഞ്ചാരങ്ങളിൽ പോലും സ്ത്രീ ആയതുകൊണ്ട് നീ രാത്രി ഇറങ്ങി നടക്കാൻ പാടില്ല എന്നതിനെതിരെയുള്ള
പുരുഷന്മാരോടുള്ള ബഹുമാന്യത നിറഞ്ഞ സമീപനം, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ജെൻഡർ ഇക്വാലിറ്റി കൊണ്ട് വരേണ്ടത്. സ്ത്രീ ശാക്തീകരണം മാത്രമല്ല എന്നുള്ളൊരു സന്ദേശമാണ് ഇന്ന് നമുക്ക് നൽകാനുള്ളത്. നന്ദി, നമസ്കാരം.